നമസ്കാരം, ബിയോണ്ട് ദി ഡോർ എപ്പിസോഡ് 1ലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നിൽക്കുന്നത് എറണാകുളം ജില്ലയിലെ പാലാരിവട്ടത്ത് വെണ്ണിലയിലുള്ള ശ്രീജി സാറിന്റെയും ശ്രീദേവി മാഡത്തിന്റെയും പുതിയ വീട്ടിലാണ്. നമ്മൾ മെയിൻ ഡോർ തുറന്ന് നേരെ കാണുന്നത് ഒരു വുഡൻ പാസേജിന്റെ എൻഡിൽ ഒരു ബുദ്ധയുടെ സ്റ്റാച്ചു ആണ്. ബുദ്ധയുടെ സ്റ്റാച്ചു ഇരിക്കുന്ന ഏരിയയിലേക്ക് വരുമ്പോഴത്തേക്കും ബുദ്ധൻ ഇരിക്കുന്ന ആ പീഠം ഫിനിഷ് ചെയ്തിരിക്കുന്നത് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്ന ടൈല് വെച്ചിട്ട് തന്നെയാണ്. ഈ ഏരിയയിൽ സ്റ്റെപ്പ് ഡൗൺ ചെയ്തിട്ടാണ് ബുദ്ധയുടെ സ്റ്റാച്ചുവിന് ചുറ്റുമുള്ള പ്ലാന്റ്സ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഈ വുഡൻ പാസേജിന്റെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഡബിൾ ഹൈറ്റിൽ വരുന്ന ഗസ്റ്റ് ലിവിംഗ് ഏരിയ നൽകിയിരിക്കുന്നത്. ഇതിന്റെ 3 സൈഡിലും സീറ്റിംഗ് അറേഞ്ച്മെന്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല സെന്ററിൽ ഒരു റൗണ്ട് ഷേപ്പിലുള്ള സെന്റർ ടേബിളും കൊടുത്തിട്ടുണ്ട്. ഈ സ്റ്റെയർ കേസ് ഏരിയയുടെ ആദ്യത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ആദ്യം വരുന്ന 3 സ്റ്റെപ്പുകൾ അല്പം വീതി കൂടുതൽ നൽകിയിട്ട് ഡിഫറെന്റ് ഫിനിഷിങ്ങിലായിട്ടാണ് ഫിനിഷ് ചെയ്തെടുത്തിരിക്കുന്നത്. നമ്മുടെ മുകളിലോട്ടുള്ള സ്റ്റെയർ കേസ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്ന മെറ്റലാണ്. മെറ്റൽ പ്ലേറ്റിൽ വുഡൻ പ്ലാങ്ക്സ് വെച്ച് കവർ ചെയ്തിട്ടാണ് ഓരോ സ്റ്റെപ്പ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. നമ്മളുടെ സ്റ്റെയർ കേസ് ഏരിയയുടെ മുമ്പിലായിട്ടാണ് നമ്മൾ ഈ ഫാമിലി ലിവിംഗ് ഏരിയ നൽകിയിരിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ വലിപ്പമുള്ള ഒരു ഫാമിലി ലിവിംഗ് സ്പേസ് ആട്ടോ ഇത്. ഈ വീട്ടിൽ യൂസ് ചെയ്തിരിക്കുന്ന എല്ലാ ഫർണിച്ചേഴ്സിൻ്റെയും പ്രത്യേകത എന്ന് പറയുന്നത് ഭംഗി മാത്രമല്ല, എല്ലാ ഫർണിച്ചേഴ്സും നല്ല രീതിയിൽ കംഫർട്ടബിളുമാണ്. അത്യാവശ്യം വലിയ രീതിയിലുള്ള ഫാമിലി ലിവിംഗ് റൂം ആട്ടോ ഈ വീടിന് നൽകിയിരിക്കുന്നത്. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാ ഫർണിച്ചേഴ്സും കാണാൻ ഭംഗി മാത്രമല്ല, അത് യൂസ് ചെയ്യാൻ ഭയങ്കര കംഫർട്ടബിളുമാണ്. ഒരു വീട്ടിൽ മാക്സിമം എത്രത്തോളം കാറ്റും വെളിച്ചവും കയറാവോ ആ രീതിയിലാട്ടോ ഈ വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ വീടിൻ്റെ ഏതൊരു കോമൺ ഏരിയയിൽ ഇരുന്നാലും, അതായത് ഇപ്പോൾ നമ്മളുടെ ഡൈനിങ് ആവട്ടെ, ലിവിങ് ഏരിയ ആവട്ടെ, പൂജ ഏരിയ ആവട്ടെ, എവിടെ ഇരുന്നാലും പരസ്പരം ആളുകൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാട്ടോ ഇവിടുത്തെ സ്പേസ് അറേഞ്ച്മെന്റ് ചെയ്തിരിക്കുന്നത്. ഈ ലിവിങ് ഏരിയയിൽ നിന്ന് പുറത്തോട്ട് പോകാനുള്ള ഒരു സ്ലൈഡിംഗ് ഡോർ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ സ്ലൈഡിംഗ് ഡോർ തുറന്ന് പുറത്തോട്ട് പോകുമ്പോൾ ഒരു മനോഹരമായ ഒരു കാഴ്ച ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുവാണേ. ഈ കാണുന്നതാണ് നമ്മുടെ ഈ വീടിന്റെ ഡൈനിങ് ഏരിയ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ വുഡൻ പാസേജിന്റെ റൈറ്റ് സൈഡിലായിട്ടാണ് നമ്മുടെ ഡൈനിങ് ഏരിയ, കിച്ചൺ, ഈ പോർഷനൊക്കെ വരുന്നത് കേട്ടോ. 6 സീറ്റിൽ വരുന്ന ഡൈനിങ് ടേബിൾ ആട്ടോ ഈ ഏരിയയിൽ കൊടുത്തിരിക്കുന്നത്. ഈ ഏരിയയുടെ ഭംഗി ഒന്നുകൂടെ കൂട്ടാനായിട്ട് ഇവിടെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഹാങ്ങിങ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഡൈനിങ് ഏരിയയോട് ചേർന്നിട്ടാണ് ഓപ്പൺ മോഡുലാർ കിച്ചൺ വരുന്നത് കേട്ടോ. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബീച്ച് വുഡ് കളർ കോമ്പിനേഷനിലാണ് കിച്ചൺ കബോർഡ്സ് എല്ലാം ഇവിടെ ചെയ്തിരിക്കുന്നത്. നമ്മളുടെ കിച്ചൺ കബോർഡ്സ് എല്ലാം ഫിനിഷ് ചെയ്തിരിക്കുന്നത് ലാമിനേറ്റ് ഫിനിഷിലാട്ടോ. അതിൽ ഇൻസൈഡ് പാർട്ടീഷൻസ് എല്ലാം വന്നേക്കുന്നത് 3 ലെയർ WPCയും ഔട്ട്സൈഡ് ഡോർ എല്ലാം ചെയ്തിരിക്കുന്നത് മറൈൻ പ്ലൈവുഡിലുമാണ്. പിന്നെ ഈ കിച്ചണിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫാക്ടർ എന്താണെന്ന് വെച്ചാൽ ഈ ലോങ് വിൻഡോയാണ്. ഈ കിച്ചണിൻ്റെ ഭംഗി ഒന്നുകൂടെ കൂട്ടാനായിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ഗ്ലാസ് ഡോർസും കുറച്ച് ഓപ്പൺ ഏരിയ എല്ലാം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കിച്ചണോട് ചേർന്ന് തന്നെയാണ് നമ്മുടെ സെക്കൻഡ് കിച്ചണും വരുന്നത് കേട്ടോ. ഇവിടെയും അത്യാവശ്യം കബോർഡ്സ് എല്ലാം കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. നമ്മുടെ ഫസ്റ്റ് കിച്ചൺ വരുന്നത് ഒരു ബേജ് വുഡ് കളർ കോമ്പിനേഷൻ ആണെങ്കിൽ ഇവിടെ വരുന്നത് ഒരു ഗ്രീൻ ആഷ് കളർ കോമ്പിനേഷൻ ആണ്. ഇതാണ് ഈ വീടിന്റെ മാസ്റ്റർ ബെഡ്റൂം കേട്ടോ. നമ്മൾ ഈ ലക്ഷറി കോൺസെപ്റ്റ് ചെയ്യുന്ന പല വീടുകളിലും അത് ലക്ഷറി ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അൺനെസസറി കുറേ എലമെന്റ്സ് ആഡ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ മാസ്റ്റർ ബെഡ്റൂം അങ്ങനെയല്ല കേട്ടോ. ആകെ ഈ റൂം ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ഇവിടെ നമ്മളുടെ കോട്ടിന്റെ ഹെഡ് റെസ്റ്റ് വരുന്നതിന്റെ ആ ഒരു ഭിത്തി ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് ടെക്സ്ചർ പെയിന്റ് വെച്ചിട്ടാണ്. മുകളിലത്തെ നിലയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയുള്ളത് വലിയൊരു അപ്പർ ലിവിംഗ് ഏരിയയും 3 ബെഡ്റൂമും ഒരു ലോണ്ടറി ഏരിയയുമാണ്. അപ്പർ ലിവിംഗിൽ നിന്ന് പുറത്തേക്ക് നമുക്കൊരു ബാൽക്കണി സ്പേസ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പുത്തൻ വീടിന്റെ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.